ജില്ലയിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഇലവീഴ പൂഞ്ചിറ. മാൻകുന്ന്, കൊടിയത്തൂർ മല, തോണിപ്പാറ എന്നീ 3 മലകൾ കോട്ട തീർത്തിരിക്കുന്ന മനോഹര പ്രദേശം. കോട്ടയം ടൗണിൽ നിന്നും വെറും 56 കിലോമീറ്റർ. എങ്ങനെ പോയാലും 2 മണിക്കൂറിൽ സ്ഥലത്തെത്താം. പാലായിൽ നിന്ന് തൊടുപുഴ റോഡിൽ മേലുകാവ് വഴിയാണ് യാത്ര. ഇലവീഴ പൂഞ്ചിറയിലെത്തിയാൽ ആദ്യം കാണുന്ന കാഴ്ച നീലാകാശം തൊട്ടു നിൽക്കുന്ന മനോഹരമായ പുൽമേടാണ്. രാവിലെ അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു സഫാരി ജീപ്പ് ഉണ്ടായിരുന്നു. 1000 രൂപയ്ക്ക് ഓഫ് റോഡ് റൈഡ് ഇലവീഴ പൂഞ്ചിറ, മുനിയറ, മലങ്കര ഡാം വ്യൂ പോയിന്റ് എന്നീ സ്ഥലങ്ങൾ കണ്ട് 1.5 മണിക്കൂർ കൊണ്ട് തിരിച്ചു വരാം. നെറ്റ്വർക്ക് ഇല്ലാത്തതിനാൽ ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിക്കേണ്ട, പൈസ കയ്യിൽ കരുതണം. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 3200 അടി ഉയരത്തിലാണ് ഈ പ്രദേശം. സുന്ദര കാഴ്ചകൾ മാത്രമല്ല, ട്രെക്കിംഗ് പ്രേമികളുടെയും സ്വർഗമാണ് ഇവിടം. സദാസമയവും വീശിയടിക്കുന്ന തണുത്ത കാറ്റും മൂടൽ മഞ്ഞും നൂല് പോലെ പെയ്യുന്ന മഴയും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഉയരമുള്ള പ്രദേശമായതിനാൽ മഴ, മിന്നൽ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുക. മിന്നലുണ്ടെങ്കിൽ ഉയർന്ന പ്രദേശത്തേക്ക് പ്രവേശിക്കരുത്. പോലീസിന്റെ വയർലെസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണം. പൂഞ്ചിറയിലെ തടാകം ശുദ്ധജല പദ്ധതിക്ക് ഉപയോഗിക്കുന്നതാണ്. ഇതിലിറങ്ങരുത്. ഇവിടെ നിന്നാൽ കോട്ടയം, ഇടുക്കി ജില്ലകളുടെ അതിർത്തി മാർക്ക് ചെയ്തിരിക്കുന്നതും കാണാം. ഇതാണ് കോട്ടയം ഇടുക്കിയുടെ ബോർഡർ. ഇങ്ങോട്ട് ഇടുക്കി ജില്ല, ഇങ്ങോട്ട് കോട്ടയം ജില്ല. തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ഇവിടെ നിന്നാൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളും കാണാം. വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയ ഇല്ലിക്കൽ കല്ല് ഇലവീഴ പൂഞ്ചിറയിൽ നിന്നും ഏറെ ദൂരെയില്ല. ഞങ്ങൾ മലപ്പുറം കഞ്ഞിപ്പുരയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഈ ചാക്കോച്ചൻ്റെ മൂവി കണ്ടിട്ടാണ് ഈ ലൊക്കേഷനിൽ വന്നത്. വിചാരിച്ചതിന് നല്ല ഭംഗിയായി കുന്നും മലയൊക്കെ ആയിട്ട്, മഴ ഇല്ലാത്തതുകൊണ്ട് മനോഹരമായി കാണാൻ പറ്റി. സഫാരിയിൽ പൂഞ്ചിറ, മുനിയറ, മലങ്കര ഡാം കാഴ്ചകൾ കണ്ട് 7:30 സഫാരി ജീപ്പിനോട് ബൈ പറഞ്ഞു. പോകുന്ന വഴിക്ക് ചക്കിക്കാവ് ജംഗ്ഷനിൽ നിന്ന് രാവിലത്തെ ഭക്ഷണം കഴിച്ചു. ഇവിടെ അടുത്തുള്ള മാരിക്കുത്ത് വെള്ളച്ചാട്ടമാകട്ടെ അടുത്ത ഡെസ്റ്റിനേഷൻ. ഗൂഗിൾ മാപ്പ് നോക്കി അല്പം വഴി തെറ്റിയോ എന്ന് സംശയിക്കേണ്ട, വഴി തെറ്റി. പിന്നെ ചോദിച്ചു പോകാം. പക്ഷെ ഈ വഴിക്കൊന്നും ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ലല്ലോ. റബ്ബർ തോട്ടത്തിലേക്കൊന്ന് നോക്കിക്കേ. ഞങ്ങളിവിടെ മാരിക്കുത്ത് വെള്ളച്ചാട്ടം നോക്കി വന്നതാണ്. ഇത് എവിടെയാ? തൊടുപുഴയിൽ നിന്ന് വരുമ്പോൾ കാഞ്ഞാർ വന്നിട്ട് വാഗമൺ റൂട്ടിൽ 2 കിലോമീറ്റർ കയറി വരുമ്പോൾ മൂർക്കാട് ദേവീക്ഷേത്രം എന്ന് പറഞ്ഞൊരു ആർച്ചുണ്ട്. ആ ആർച്ചിൻ്റെ അകത്തോടെ കയറി ഒരു 50 മീറ്റർ വരുമ്പോൾ ആദ്യം കാണുന്നൊരു വളവുണ്ട്. അവിടുന്ന് വലത്തോട്ടൊരു കോൺക്രീറ്റ് വഴി. ആ കോൺക്രീറ്റ് വഴി തന്നെ ഇനി വരുമ്പോൾ ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് വന്നു കഴിയുമ്പോൾ സ്ഥലത്തെത്തും. ഒത്തിരി ആൾക്കാർ വരാനുണ്ട്. അങ്ങനെ നടന്ന് നമ്മൾ ആ ടേണിംഗ് പോയിന്റിലെത്തി. വഴി 2ആയി തിരിയുന്ന ഇടം. കൺഫ്യൂഷൻ ഒട്ടും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ മുകളിലോട്ടുള്ള വഴി പിടിച്ചു. അങ്ങ് ദൂരെ ഒരു വെള്ളച്ചാട്ടം വെള്ളുനൂല് പോലെ ഒഴുകുന്നത് കണ്ട് മനസ്സിൽ ലഡ്ഡു പൊട്ടി. പക്ഷെ അടുത്തേക്ക് ഇറങ്ങാൻ നോക്കിയപ്പോഴല്ലേ വഴിയില്ല. അങ്ങോട്ട് തിരിഞ്ഞു, ഇങ്ങോട്ട് തിരിഞ്ഞു, പ്രകൃതിയോട് പലതവണ വഴി ചോദിച്ചു. ഒടുവിൽ കറങ്ങി തിരിഞ്ഞ് നിൽക്കുന്നു വീണ്ടും അതേ പോയിന്റിൽ. ചുറ്റും വെള്ളം വീഴുന്ന ശബ്ദം മാത്രം കേൾക്കാം. സംഗതി അടുത്തുണ്ട്, പക്ഷെ അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല. നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല. വന്ന വഴി തന്നെ തിരിച്ചു നടക്കാമെന്ന വിപ്ലവകരമായ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിന്നു. ചില വഴികൾ നമ്മുടെ തൊട്ടു മുൻപിൽ തന്നെ ഉണ്ടാകും. പക്ഷേ പ്രകൃതി ഒരു ഇലയോ കമ്പോ വെച്ച് നമ്മളെ അങ്ങ് പറ്റിക്കുമായിരിക്കും. കണ്ണിൽ എണ്ണ ഒഴിച്ച് വന്ന വഴിയിലൂടെ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അരിച്ചു പെറുക്കി പതുക്കെ മുന്നോട്ട് നീങ്ങി. പെട്ടെന്ന് കിടക്കുന്നു ഒരു വഴി. അതുവഴി ഇറങ്ങിയപ്പോൾ മുന്നോട്ട് വഴിയോട് വഴി. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് വഴി കണ്ടുപിടിച്ച് ആ വെള്ളച്ചാട്ടത്തിന്റെ മുന്നിലെത്തിയപ്പോൾ ഉണ്ടായ ഒരു സന്തോഷമുണ്ടല്ലോ എൻ്റെ സാറേ. ഓളാ തട്ടുകൊട്ട് കഴിഞ്ഞ എൻ്റെ സാറേ, പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല. പ്രകൃതി തന്ന ട്വിസ്റ്റ് കൊണ്ടാണോ എന്നറിയില്ല, ആ കാഴ്ച അത്രയ്ക്ക് അങ്ങ് ബോധിച്ചു. ചുമ്മാ പറഞ്ഞതല്ല, നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ.
ചില മനോഹര കാഴ്ചകൾക്ക് ശേഷം പിന്നെ ഒന്നും കാണാൻ തോന്നില്ല. ആ ഒരു അവസ്ഥയിലെത്തിയിരിക്കുകയാണ് ഈ യാത്ര. പിന്നെ ഈ വെള്ളച്ചാട്ടം എപ്പോഴും കാണണമെന്നില്ല, മഴക്കാലത്താണ് ഇത്ര ഭംഗിയിൽ കാണാൻ പറ്റുന്നത്. പിന്നെ വെള്ളച്ചാട്ടമാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. അതിശക്തമായ മഴയുള്ളപ്പോൾ ഈ വഴിയൊന്നും പോകുകയേ വേണ്ട. ഇനിയിപ്പോ വാഗമൺ വഴി തിരിച്ചു കോട്ടയത്തേക്ക്. ഈ വഴി വാഗമണിലേക്കുള്ള യാത്ര അതിമനോഹരം തന്നെ. വാഗമണിൽ എത്തിയപ്പോൾ നമ്മുടെ കോട്ടയത്തേക്കാൾ ചൂട് കൂടുതലാണോ എന്നായി സംശയം. വാഗമണ്ണിൽ അഡ്വഞ്ചർ പാർക്ക്, തങ്ങൾപ്പാറ, പൈൻ ഫോറസ്റ്റ് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടെന്ന് വരുത്തി മടങ്ങുകയാണ്. അടുത്ത യാത്രയിൽ വീണ്ടും കാണാം.